അപ്പൊ മുത്തശ്ശിയാണ് നിങ്ങളുടെ പ്രശ്നം അല്ലേ? മുത്തശ്ശി മരണപ്പെട്ടത് എത്ര വയസ്സിലാ? 45-ാമത്തെ വയസ്സില്. അതേ പണിക്കരെ. മുത്തശ്ശി മരണപ്പെടുമ്പോൾ കക്കൂസയുടെ മേലെ കൂടെ പ്ലാവ് വീണിട്ടല്ലേ മരിച്ചത്? അതേ തിരുമേനി, അതേ. അങ്ങനെയാണെങ്കിൽ മുത്തശ്ശി മാത്രമല്ല മരിച്ചിരിക്കുന്നത്. അവിടത്തെ ഒരു ദത്തൻ നമ്പൂതിരിയും സീനടിക്കാൻ കയറിയപ്പോൾ അതിൻ്റെ ഇടപെട്ടിട്ട് മരിച്ചിട്ടുണ്ട്. അത് തറവാട്ടുകാരായിട്ട് ഒഴിവാക്കിയിട്ടുള്ളതാ. അവിടെ 2 പ്രേതങ്ങളാ. അനുഭവജ്ഞാനം കൊണ്ടും നിങ്ങളുടെ രണ്ടാളെ പെട്ടത്തലയോടുള്ള സ്നേഹം കൊണ്ടും പറയാ, ഇതിന് പ്രതിവിധി ഇല്ല. ഇതിന് പ്രതിവിധി വല്ലതും ഉണ്ടോ പണിക്കരെ? ഉണ്ട്. ആദ്യം ഒരു 1/2 ലിറ്റർ ലിമൗണ്ട് മേടിക്കുക, വൈറ്റ് വിത്ത് സോഡ. എന്നിട്ട് നമുക്കൊന്ന് ഇരുന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. പണിക്കരെ, അവിടെ ഒരു ബംഗാളി താമസിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഏത് നേരം പാട്ടും ഡാൻസ് ഒക്കെയാ. ഇനി അവന്റെ ദേഹത്ത് അങ്ങനെ ബാധ കയറിയിട്ടുണ്ടാ? നോക്കാം. കാരിരുമ്പിന്റെ കരുതുള്ള താമരക്കിളി. നിങ്ങളുടെ മുത്തശ്ശി അവിടെ ഇല്ല. അവിടെ താമസിക്കുന്ന ബംഗാളി തന്നെയല്ലേ? അവിടുത്തെ ഭാഷ പഠിക്കാൻ മുത്തശ്ശി അങ്ങോട്ട് പോയിരിക്കുക. ഇനി ഒന്നും പേടിക്കാനില്ല. തിരിച്ചു വരുമ്പോഴേക്കും ആ ബംഗാളിനെ അങ്ങോട്ട്. നമസ്കാരം. പ്രധാന വാർത്തകൾ. 5 പോക്സോ കേസുകളിൽ പ്രതിയായ ബംഗാൾ സ്വദേശി ഷാറൂഖ് ഖാൻ ജയിൽ ചാടി കേരളത്തിലേക്ക് എത്തിയതായി സൂചന. മുത്തശ്ശി മരിക്കുമ്പോ എത്ര വയസ്സെന്നാ പറഞ്ഞേ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 45. ബംഗാളികൾക്ക് ഇങ്ങനെ ആൻറ്റിമാരാണോ തള്ളമാരാണോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ബംഗാളിയിൽ നിന്ന് നമ്മുടെ മുത്തശ്ശി തിരിച്ചു വരുമ്പോൾ മുത്തശ്ശീനെ ശ്രദ്ധിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ അവനായിക്കോളും. അതിനുള്ള പൂജ്യം വഴിപാടൊക്കെ നിങ്ങൾ നടത്താം. ദക്ഷിണ വെറ്റിച്ച് ഏറ്റോളൂ.